മിൽമയുടെ പേരിനോടും, അതായത് മിൽന എന്നാണ് ആ പേര്. അപ്പോൾ മിൽമയുടെ പേരിനോട് സാമ്യം, അതോടൊപ്പം തന്നെ മിൽമയുടെ ഡിസൈൻസ്, ആ രൂപകൽപ്പനയോടും സാമ്യം. ഈ രീതിയിലാണ് പേരും സാമ്യതയുണ്ട്, ആ ഡിസൈനും അതേ രീതിയിൽ തന്നെ കടമെടുത്തിരിക്കുകയാണ്. ഇതേ രീതി, അതേ സാമ്യതയോടുകൂടിയാണ് ഈ ഉൽപ്പന്നങ്ങൾ മിൽന ഡയറി വിറ്റുകൊണ്ടിരുന്നത്. ഇതിനെതിരെ മിൽമ കോടതിയെ സമീപിച്ചു, നിയമപരമായി നടപടി മുന്നോട്ട് പോയി. ഇതിന്റെ ഭാഗമായാണ് മിൽമയുടെ പരാതിയിൽ പരാതി കൃത്യമാണ്, അതിൽ കഴമ്പുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയും ഇതേ തുടർന്ന് സ്വകാര്യ ഡയറി സ്ഥാപനത്തിന്, അതായത് മിൽമയ്ക്ക് കോടതി പിഴ ചുമത്തിയിരിക്കുന്നത് 1 കോടി രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. മിൽമയുടെ ഡിസൈൻ ദുരുപയോഗം ചെയ്തു, ഒപ്പം തന്നെ വ്യാപാര നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തിയത്. ഇതിന്റെ പേരിലാണ് മിൽന എന്ന സ്ഥാപനത്തിന് കോടതി പിഴ ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ കോടതിയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ മിൽമയുടേതിന് സമാനമായ ഡിസൈനോ അല്ലെങ്കിൽ പാക്കിങ്ങോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ആ ഡിസൈനും പാക്കിങ്ങും ഉപയോഗിച്ച് പാൽ ഉൽപ്പന്നങ്ങളോ ഒന്നും വിൽക്കാൻ പാടില്ല എന്ന് കോടതി കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. പരസ്യം നൽകുന്നതും ഒക്കെ കോടതി ഈ മിൽന സ്ഥാപനത്തെ വിലക്കിയിരിക്കുകയാണ്. 1 കോടി രൂപ പിഴ, അതോടൊപ്പം 6% പിഴ പലിശയും നൽകണം. മാത്രമല്ല, കോടതിയുടെ ഫീസ് ഉൾപ്പെടെ അടങ്ങി, കോടതി ഫീസായിട്ട് 8,11,410 രൂപ കോടതിയുടെ ഫീസ് ഇനത്തിൽ ഈ സ്ഥാപനം അടയ്ക്കണമെന്നും കർശനമായ നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും നിയമ പോരാട്ടം നടത്തിയത് വിജയം കണ്ടിരിക്കുന്നു എന്നാണ് മിൽമയുടെ അധികൃതർ ഇപ്പോൾ ഈ കോടതി വിധിയോട് പ്രതികരിച്ചിരിക്കുന്നത്. മിൽമയുടെ ബ്രാൻഡിന്റെ ഇമേജിനെ അപകീർത്തിപ്പെടുത്തി ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രവൃത്തികൾ ഇനിയും ഉണ്ടായാൽ കർശനമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മിൽമ ചെയർമാൻ KS മണി പ്രതികരിച്ചിരിക്കുന്നത്.